ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കിയാലോ. ഇത് പെട്ടെന്നൊരു ക്രാവിങ്സ് തോന്നിയാലും ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതൊന്ന് സഹകരിക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ എടുക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കാം. അതിനുശേഷം ഒരു 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ നമ്മളെ ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചാൽ മാത്രമേ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കിട്ടുള്ളൂ. അപ്പോൾ ഒരു 100 ഗ്രാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് ആണെങ്കിൽ 1 മണിക്കൂർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും റൂം ടെമ്പറേച്ചറിലാകും. എന്നിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം കേട്ടോ. വളരെ ലോ ഫ്ലെയിമിൽ വിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ മെൽറ്റ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ മെൽറ്റ് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്യാം. അതായത് ഒരു പാത്രം നല്ലോണം വെള്ളം നല്ലോണം ചൂടാക്കിയിട്ട് അതിൻ്റെ മേലിൽ ഒരു സ്റ്റീലിൻ്റെ ബൗളായിട്ട് വെച്ചിട്ട് ചോക്ലേറ്റും ബട്ടറും കൂടി മെൽറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈസി ആയിട്ടുള്ള വേർഷൻ ഇതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ തീ നമ്മൾ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് കിട്ടും. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അടുത്തതായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ഇനി വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നമ്മളെ മുട്ടയും വാനില എസൻസും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ഫ്ലഫി ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ലോ സ്പീഡിൽ 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ മുട്ട നന്നായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ പൗഡർ ഷുഗർ അതും ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു പഞ്ചസാരയും മുട്ടയും നല്ല രീതിയിലൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്രീമി ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. ആ ഒരു മുട്ടയും പഞ്ചസാരയും നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. ആ ഒരു സമയത്ത് ഇത് ഓഫാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ വേറെ സെപ്പറേറ്റ് ഒരു ബൗളിൽ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ മേലെ തന്നെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2 രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, മിൽക്ക് പൗഡർ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ 3 ഐറ്റം നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ സെപ്പറേറ്റ് ബൗളിൽ അരിച്ചെടുക്കുന്നുണ്ടെങ്കിലും 1 തവണ അരിച്ചെടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ലംസ് ഉണ്ടാവും, അതെല്ലാം അങ്ങ് കളയാട്ടോ, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ടൊരു വിസ്കോ ഫോർക്കോ സ്പൂണോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒരേ റൊട്ടേഷനിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരേ റൊട്ടേഷനിൽ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഒരേ റൊട്ടേഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ ബാറ്റർ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറും ചോക്ലേറ്റും ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ആ ഒരു സമയമാകുമ്പം തന്നെ ബട്ടറും ചോക്ലേറ്റൊക്കെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ മെൽട്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ കട്ടകളായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് എത്ര മെൽട്ടായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉണ്ടാവും, ഇതുപോലെ ചെറിയ ലംസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാണ് രണ്ടും ചൂടാക്കിയാലുള്ള ഡിഫറൻസ്. അപ്പോൾ അതന്നെ ഓവർ ചൂടാവാൻ പാടില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കാൻ. അങ്ങനെ വൈറ്റ് ചോക്ലേറ്റും ബട്ടറും കൂടി മെൽറ്റ് ചെയ്തത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബാറ്ററായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്ന് വേണം. അത് ഞാനിപ്പോൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ഇതുപോലത്തെ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് ഇതാ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ബാറ്ററിൻ്റെ തിക്നെസ് നിങ്ങൾ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയും അല്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ ഉണ്ടാവാൻ. ബ്രൗണിൻ്റെ ബാറ്റർ പൊതുവേ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ അല്ലല്ലോ. ഇനി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒരു സ്ക്വയറോ ടൂത്ത് പിക്കോ വെച്ചിട്ട് അതൊന്ന് എയർ ബബിൾസ് പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170യിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 4-5 ടേബിൾ സ്പൂണ് കാഷ്നട്ടും കൂടി ഇതിൻ്റെ മേലിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവനില്ലാണ്ടും ഈസി ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 30 മിനിറ്റാണ് ബേക്ക് ചെയ്യാനെടുത്ത സമയം. അപ്പോൾ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ നല്ല കിഡിലായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ്. വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ബ്രൗണി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.